മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെയധികം പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള ചെറിയൊരു സന്ദേശം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. ഈ അടുത്ത കാലത്ത് തിരുവഞ്ചൂര് ഒരു പ്രഭാഷണത്തിന് പോയി. തൃപ്പൂണിത്തുറയിൽ 3-4 പ്രഭാഷണത്തിനുണ്ടായിരുന്നു. എന്നോടൊപ്പം ചെറുകോൽപ്പുഴയിൽ പ്രഭാഷണം ഉണ്ടായിരുന്നു. ഇന്നലെ കഴക്കൂട്ടത്ത് പ്രഭാഷണം ഉണ്ടായിരുന്നു. ഇനി ഞാൻ കൊട്ടിയത്ത് ഉണ്ടായിരുന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോൾ വളരെ എനിക്ക് വിചിത്രം എന്ന് തോന്നുന്ന, എന്നാൽ മുമ്പിലുള്ളവർക്ക് അങ്ങനെ ഒരിക്കലും തോന്നാത്ത ചെറിയ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് അടുത്ത കാലത്ത് ആലപ്പുഴയിലെ കോർഡിനേറ്റർ വിളിച്ച് പറയുകയും ചെയ്തു. അത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. നമ്മളുടെ മുമ്പിൽ വന്ന് തൊഴുതുകൊണ്ട്, സാറിന് മനസ്സിലായല്ലോ, സാറ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊരാൾ പറഞ്ഞു. മറ്റേ ആൾ പറഞ്ഞു, സാറിന് എന്നെ മനസ്സിലായല്ലോ, എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് സാർ ചായ കുടിച്ചത്. മറ്റൊരാൾ പറഞ്ഞു, നമ്മൾ 9 കൊല്ലം മുമ്പ് കണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതാണ്, അത് ഞാൻ ഒരിക്കലും മറക്കില്ല, സാറും മറക്കില്ല എന്ന് എനിക്കറിയാം. വേറൊരാൾ വന്ന് പറഞ്ഞു, HDFC ബാങ്കിൽ സാറ് വന്നപ്പോഴത്തേക്കും നമ്മൾ സംസാരിച്ചു. വേറൊരു പയ്യൻ വളരെ കുണുങ്ങി കൊണ്ടുവന്ന് പറഞ്ഞു, സാറ് പറഞ്ഞ വെബ്സൈറ്റ് ഞാൻ ഉണ്ടാക്കി, ഇപ്പം ഞാൻ വെബ്സൈറ്റിൽ വർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ ഡസൻ കണക്കിനല്ല, 100 കണക്കിന് വ്യക്തികൾ അവർ നമ്മളോട് സംസാരിച്ചത് ഓർമ്മിക്കുന്നു എന്ന, ഞാൻ ഓർമ്മിക്കുന്നു എന്ന രീതിയിൽ ആരാണെന്ന് പോലും പറയാതെ, ഇനി പറഞ്ഞാലോട്ട് എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ച് ചിന്തിക്കാതെ അവരിങ്ങനെ കോൺവെർസേഷൻ നീട്ടിക്കൊണ്ടു പോകുമ്പോൾ ചില സ്ഥലത്ത് ഞാൻ പറയാറുണ്ട്, എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഓർക്കാൻ സാധിക്കില്ല. എല്ലാ ദിവസവും മിക്കവാറും 2 3 ചിലപ്പോൾ ഒരു പ്രോഗ്രാമോ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തിന്മ നിറഞ്ഞ അനുഭവങ്ങളും തിന്മ നിറഞ്ഞ രീതിയിലുള്ള പെരുമാറ്റങ്ങളും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഓർത്തുവന്ന് വരും. ബാക്കിയെല്ലാം നന്മ നിറഞ്ഞ രീതിയിലും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ എല്ലായിടത്തും ഒരേപോലെ ഉണ്ടാവുന്നത് കൊണ്ട് ഞാനത് ഓർത്തൊന്നും വരില്ല. എനിക്ക് ഓർമ്മയില്ല നിങ്ങളെ, എനിക്ക് നിങ്ങളെ ഓർമ്മയില്ല, നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയില്ല, നിങ്ങൾ എന്നോട് പറഞ്ഞത് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ധാരാളം വ്യക്തികൾ ഇന്റേണലി വയലന്റ് ആയിട്ട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ദുഃഖിക്കുകയോ ചെയ്യുന്നുണ്ട്. അടുത്ത കാലത്ത് ഒരാൾ ദുബായിൽ നിന്ന് വിളിച്ചിട്ട് ഷാർപ്പായിട്ട് പറഞ്ഞു, ഞാൻ സുഭാഷാണ് വിളിക്കുന്നത്, എനിക്ക് മനസ്സിലായില്ല. വീണ്ടും അദ്ദേഹം സുഭാഷാണെന്നല്ലാണ്ട് വേറെ ഒന്നും പറയണില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സുഭാഷ് ഏത് സുഭാഷാണെന്ന് പറയാതെ, ഞാൻ ജീവിതത്തിൽ ഒരു സുഭാഷിനെ മാത്രമേ കാണാറുള്ളൂ, കേൾക്കാറുള്ളൂ, സംസാരിക്കാറുള്ളൂ. സംഭവങ്ങൾ പറയാതെ വെറുതെ സുഭാഷാണെന്ന് മാത്രം പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ ഓർക്കുക? ഞാൻ ദുബായിലേക്ക് അടുത്ത കാലത്ത് വന്നത് തന്നെ ഓർമ്മിക്കണില്ല, അബുദാബിയിലേക്ക് വന്നത് ഓർമ്മിക്കണില്ല. അത് ഓർമ്മിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ കാര്യം കഴിഞ്ഞു, മംഗളകരമായിട്ട് കഴിഞ്ഞു, അത് കഴിഞ്ഞു. അടുത്ത യജ്ഞത്തിലേക്കുള്ള യാത്രയാണ്. ഇപ്പൊ വ്യക്തികളെയോ അവർ ചെയ്യുന്ന വർക്കിനെയോ അവർ പറഞ്ഞതോ, അല്ലെങ്കിൽ 99% ആരുടെയും വീട്ടിലേക്ക് പോവാതിരിക്കാനും വീട്ടിൽ നിന്ന് ചായ കുടിക്കാതിരിക്കാനും അത്രയ്ക്ക് ശ്രമിക്കാറുണ്ട്. കാരണം ചില വീടുകളിലേക്ക് പോയി, ചില വീടുകളിലേക്ക് പോയില്ല, ചില വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, ചില വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല എന്നീ തരത്തിലുള്ള ധാരണകൾ ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചു പോകാറില്ല. ഇനി പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടാണ് ഊണ് കഴിച്ചത് അല്ലെങ്കിൽ ചായ കുടിച്ചത്, അത് സാറിന് ഓർമ്മിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏതാണ്ട് 20% തിരുവനന്തപുരത്ത് ഞാൻ എൻ്റെ വീട്ടിലുള്ളൂ. 80% യാത്രയും പ്രഭാഷണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യജ്ഞവുമാണ്. അപ്പോ നിരന്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇവരെല്ലാം ഓർമ്മിക്കുന്നു,
ഇന്ന് ധരിച്ച് എൻ്റെ മുമ്പിൽ വന്ന് കുണുങ്ങി സാറ് പറഞ്ഞത് ഞാൻ ചെയ്തു, ഞാൻ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തു, സാറ് എൻ്റെ വീട്ടിൽ നിന്നാണ് ചായ കുടിച്ചത്, ഞാനാണ് 5 കൊല്ലം മുമ്പ് ഇന്ന സ്ഥലത്ത് പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. ഇതെല്ലാം ഓർമ്മിക്കണമെങ്കിൽ സാധാരണ രീതിയിൽ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടില്ലാതെ വരണമെങ്കിൽ ആഴ്ചയിലോ മാസത്തിലോ 2 or 3 പ്രോഗ്രാമേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2 or 3 5 or 10 or 20 or 25 or 50 വ്യക്തികളെ കാണാറുള്ളൂ. എങ്കിലും ചിലപ്പോൾ ഒക്കെ ഓർമ്മിക്കാൻ സാധിക്കും. നമ്മൾ ഈ സബ്ജക്റ്റിനും പ്രോഗ്രാമിനും പ്രാധാന്യം കൊടുത്ത് സന്ദേശങ്ങളെ നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിച്ച് അതിനിടയ്ക്ക് വന്ന് നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ മുഴുവനും ഇഗ്നോർ ചെയ്തുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചർച്ചയിൽ എടുക്കാറുമില്ല, കൊടുക്കാറുമില്ല. ചോദിച്ചാൽ തന്നെ അതൊന്നും പ്രസക്തമല്ലല്ലോ എന്ന് പറഞ്ഞ് മാറ്റാറേ പതിവുള്ളൂ. അങ്ങനെയുള്ള അവസരത്തിൽ പലപ്പോഴും നമ്മൾ ഈ വ്യക്തികൾ സംസാരിക്കുന്നതും അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് കൊടുക്കുന്നതും ഞാൻ എന്താണ് സാറേ ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സജഷനും അതെല്ലാം അവർ ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ യാതൊരു തരത്തിലും ശ്രമിക്കാതെ ഇരിക്കുകയാണ് പതിവ്. അവർ വേണമെങ്കിൽ ചെയ്യട്ടെ, വേണമെങ്കിൽ ചെയ്യേണ്ട. പിന്നെ ഇപ്രകാരം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന വ്യക്തികൾ ചോദിക്കുന്ന ചോദ്യത്തിൽ വെറുതെ ചോദിക്കുകയാണ്. 90% അതൊന്നും ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നവരല്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് നിങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്തോ, നിങ്ങളത് ചെയ്തോ എന്നെല്ലാം ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ധർമ്മ ന്യൂസ് ഞാൻ അപ്ലോഡ് ചെയ്തോളാം, സാറ് എഴുതുന്ന ആർട്ടിക്കിളിൽ ഇംഗ്ലീഷ് ഗ്രാമർ മിസ്റ്റേക്കോ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ എല്ലാം തിരുത്താം. എന്നാൽ ശരി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം കൊടുത്തു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ വിളിച്ചറിയിച്ചു, സാറേ ഇതൊക്കെ ഭയങ്കര മെനക്കേടാണ്, എനിക്കിതിന് സമയമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ടുമില്ല, ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞതാണ് താനും. അപ്പം അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വവും കാര്യമായിട്ട് ആർക്കും കൊടുക്കാറുമില്ല. ഇനി ആരെങ്കിലുമൊക്കെ അതുമാതിരിയുള്ള ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യുന്നുണ്ടോ, ഭംഗിയായിട്ട് പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കാറുമില്ല. നിങ്ങൾ സാധിക്കുന്നതെല്ലാം ചെയ്യുക. അത് ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിക്ക് വേണ്ടി ചെയ്യരുത്, നമ്മുടെ നാടിനും സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കുക. അതിൽ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയെ മുമ്പിൽ ഒരു കാരണവശാലും വെക്കരുത് എന്ന് വളരെ വളരെ വ്യക്തമായിട്ടാണ് പറയുക. ഒരു കപ്പ് ചായ ഒരുമിച്ച് കുടിച്ചതോ വീട്ടിൽ കയറി വന്നതോ എല്ലാം ഓർക്കണമെന്ന് വിചാരിക്കുക. ഓർത്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദുഃഖിക്കുക, വേദനിക്കുക. സാർ എന്നെ ഓർമ്മിക്കണില്ല, ഇനി ഞാൻ ഓർമ്മിച്ചാൽ തന്നെ എന്താ ഇത്ര വലിയ മഹത്വം വരാൻ പോകുന്നത് എന്നുകൂടി ഞാൻ എല്ലാവരോടും പറയുന്നു. ഞാനിതൊന്നും ഓർക്കാറില്ല. കയറി വിളിച്ച് ഇടതും വലതും നോക്കാതെ മോഹനാണ് വിളിക്കുന്നത്, സാറിന് മനസ്സിലായില്ലേ എന്ന് ചിലർ ചോദിക്കും. ചിലർ ഹലോ ഗോപാലകൃഷ്ണൻ സാറല്ലേ, മനസ്സിലായോ സാറിന് എന്ന് ചോദിക്കുമ്പോൾ ഈ ശബ്ദം കേട്ട് ഞാനിത് ആരുടെയാണെന്ന് മനസ്സിലാക്കണം. പലപ്പോഴും ഞാൻ ആ ടെലിഫോൺ താഴെ വയ്ക്കുക പതിവ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ വിളിച്ച അവർക്കതൊരു തമാശ. എന്നെ മനസ്സിലായാൽ എന്താ, മനസ്സിലായില്ലെങ്കിൽ എന്താ. ഇനി അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ബന്ധം ഒരാളുമായിട്ട് നിലനിർത്താറുമില്ല. ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുക, അവരുമായിട്ട് അതിലൂടെയുള്ള ബന്ധം, അവർക്കെന്തെങ്കിലും ഇന്ത്യയിൽ കേരളത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നമ്മളുടെ പ്രവർത്തകരുള്ള സ്ഥലത്ത് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാം. അതും ഈ കർമ്മമണ്ഡലത്തിലുള്ളവര് എന്ന കാരണത്താൽ മാത്രം. അതിനപ്പുറം ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനത്തിൽ കാര്യമായിട്ട് വെക്കാറില്ല. അതിന് കാരണം വ്യക്തിപരമായ ബന്ധത്തിലൂടെ പോകുമ്പോൾ പല കാര്യത്തിലും വിട്ടുവീഴ്ചകൾ നടത്തേണ്ടി വരും. ഇൻസ്റ്റിറ്റ്യൂട്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള രീതിയിൽ വളരെ പെർഫെക്ഷനോട് കൂടിയാണ് എല്ലാ കാര്യങ്ങളിലും പോകുന്നത്. അത് വ്യക്തി അധിഷ്ഠിത ബന്ധത്തെക്കാളുപരി കർമാധിഷ്ഠിത ബന്ധമാണ്. ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും ഈ സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ്, അത് നമ്മളുടെ പ്രസ്ഥാനത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടല്ല, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് വ്യക്തികൾ എന്താവശ്യപ്പെടുകയാണെങ്കിലും അവരതിന് അർഹതയാണെങ്കിൽ
നമ്മൾ ഒത്തിരി സപ്പോർട്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങളെ എന്നെ ഓർക്കുന്നുണ്ടോ, എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനത്തിലാണ്. 10,000 പേരുണ്ടായിരുന്നു. അതിൽ കുറേ പേര് വന്നിട്ട് കൈ തൊഴുത്. അപ്പോൾ സാർ എന്നെ ഓർക്കുന്നുണ്ടല്ലോ, ഞാൻ കണ്ടിട്ട് പോലുമുള്ള ലക്ഷണം എൻ്റെ മനസ്സിലില്ല. പക്ഷെ ഓർക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഇല്ല, ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അസാധാരണമായിട്ട് ദുഃഖിക്കുന്നു. ഇനി ഞാൻ ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതെൻ്റെ മനസാക്ഷിക്ക് എതിരാണ്, അതൊരു നുണ പറച്ചിലാണ്. ഞാൻ ഓർക്കുന്നില്ല. ഇനി അഥവാ ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ വെച്ച് അവസാനിപ്പിക്കില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത കമന്റ്, ഒന്ന് പറയാമോ സാർ, എവിടെ വെച്ചാണ് നമ്മൾ ആദ്യം കണ്ടത്, എൻ്റെ പേര് എന്താണെന്ന് സാർ ഓർമ്മിക്കുന്നുണ്ടോ? അങ്ങനെയുള്ളൊരു കൗണ്ടർ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് എനിക്ക് നിങ്ങളെ അറിഞ്ഞുകൂടാ എന്ന് പറയേണ്ടി വരും, ഞാൻ ഓർമ്മിക്കണില്ല എന്ന് പറയേണ്ടി വരും. സന്തോഷിപ്പിക്കാനോ സുഖിപ്പിക്കാനോ വേണ്ടിയിട്ട് പിന്നെ മറക്കുവോ ഞാൻ നിങ്ങളെ എന്ന് ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് ഫോൺ വിളിക്കുമ്പോഴും കത്തെഴുതുമ്പോഴും അല്ലെങ്കിൽ ഈ ഇമെയിൽ അയക്കുമ്പോഴും, അടുത്ത കാലത്ത് മദ്രാസിലെ പ്രഗത്ഭനായിട്ടൊരു വ്യക്തി, ഞാൻ BHEL ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആയിരുന്നു. കലിയുഗം തുടങ്ങിയത് BC 3102 ഫെബ്രുവരി 17 രാത്രി 11:55 എന്ന് സാറ് പറഞ്ഞത് എൻ്റെ ആചാര്യൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു, സാറിന് ഏത് ശരിയെന്ന് തോന്നുന്നു അതെടുക്കാം. സാറിൻ്റെ ആചാര്യൻ പറഞ്ഞതാണ് ശരിയെങ്കിൽ അതെടുക്കാം, ഇതാണ് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ എടുക്കാം. ഇപ്പം കലിയുഗം തുടങ്ങിയത് എന്തായാലും ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും ഭക്ഷണത്തിന് അത് ബാധിക്കാൻ പോണില്ലല്ലോ. ഇന്നത്തെ ജീവിതത്തിലും അത് വലുതായിട്ട് ബാധിക്കാൻ പോണില്ല. അതുകൊണ്ട് അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട. അദ്ദേഹത്തിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഒരു ഇമെയിൽ അയച്ചു. ഒരു ഇമെയിൽ എന്ന് പറഞ്ഞാൽ 5 പേജ് സിംഗിൾ സ്പേസിൽ അടിച്ചിട്ട്. ഞാനത് വായിക്കാനൊന്നും നിന്നില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. ഞാനൊരു ഇമെയിൽ അയച്ചിട്ടുണ്ട്, എനിക്ക് അതിൻ്റെ റിപ്ലൈ ഉടനെ വേണം. 4ാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് വേറെ ധാരാളം പണിയുണ്ട്, ഞാനിതൊന്നും നോക്കാൻ നിൽക്കുന്നില്ല. ഈ കലിയുഗത്തെക്കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്തിട്ട് സാറിനെ ഈ കാര്യങ്ങൾ അറിയിക്കലൊന്നും എൻ്റെ ജോലിയുടെ ഭാഗമല്ല. വേണമെങ്കിൽ സ്വീകരിക്കുക, വേണ്ടെങ്കിൽ സ്വീകരിക്കണ്ട. അദ്ദേഹം അടുത്ത പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു, ഭാരതീയ പൈതൃകത്തിൻ്റെ സന്ദേശങ്ങൾ ലോകം മുഴുവൻ എത്തിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് വ്യക്തികളുടേതായിട്ടുള്ള സംശയങ്ങളും അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റേണ്ട ഉത്തരവാദിത്വമുണ്ട്. അല്ലെങ്കിൽ ഇതിനായിട്ടൊന്നും ഇറങ്ങി പുറപ്പെടരുത്. ഞാൻ 82 വയസ്സായിട്ടുള്ള വ്യക്തിയാണ്, BHEL ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആയിരുന്ന വ്യക്തിയാണ്, അതുകൂടി മനസ്സിലാക്കണം. അദ്ദേഹത്തിനോട് ഞാൻ തിരിച്ചു പറഞ്ഞു, 82 വയസ്സായിട്ടുള്ള വ്യക്തിക്ക് കലിയുഗം തുടങ്ങിയത് 1947 ആഗസ്റ്റ് 15 ആണെങ്കിലും BC 3102 ഫെബ്രുവരി മാസം 17 ആയാലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോണില്ല. അതുകൊണ്ട് സാറിന് ശരി ഏതെന്ന് തോന്നുന്നോ അതെടുക്കുക. ഇങ്ങനെ ഓരോ വ്യക്തികളുടെയും ടെലിഫോൺ കോളോ ഇമെയിൽ അഡ്രസ്സിനോ ഉത്തരം കൊടുക്കാനായിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ഈ യാത്രകൾ നടക്കുന്നതിന് ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പ് ഉപയോഗിച്ചിട്ടാണ് പെൻഡിങ് വർക്കുകളൊക്കെ തീർക്കുന്നത്. ധാരാളം വർക്കുകൾ ചെയ്തു തീർക്കാനായിട്ടുണ്ട് എല്ലാ ദിവസവും. ആ വർക്കുകൾക്കിടയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ എൻ്റെ ജോലി മാൻ മേക്കിംഗ് അല്ല, മെൻ മേക്കിംഗ് ആണ്. താല്പര്യമുള്ള 50 വ്യക്തികളെ പഠിപ്പിക്കലല്ല എൻ്റെ ജോലി. താല്പര്യമില്ലാത്ത ആയിരക്കണക്കിന് വ്യക്തികളിൽ താല്പര്യമുണ്ടാക്കലാണ് എൻ്റെ ജോലി. അത് ഞാൻ ചെയ്യുകയും ചെയ്യും. അതിൽ 10, 20, 25 വ്യക്തികളോട് പേഴ്സൺ ടു പേഴ്സൺ റിലേഷൻ വെച്ച് പുലർത്തിയില്ല എങ്കിലും ആയിരക്കണക്കിന് വ്യക്തികളുടെ മനസ്സിൽ ഈ സന്ദേശം നിലനിർത്താം. ഗോപാലകൃഷ്ണന്റെ ചിത്രവും ഗോപാലകൃഷ്ണന്റെ രൂപവും നിലനിർത്താനല്ല എൻ്റെ ജോലി. എനിക്ക് കൃത്യമായിട്ടുള്ള വീക്ഷണമുണ്ട്. എൻ്റെ കൂട്ടത്തിലുള്ളവരോടും പറയാറുണ്ട്, ഈ വീക്ഷണം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. ഇൻഡിവിജ്വൽ ഫേവറും ഫേവററ്റിസവും നമ്മുടെ ഭാഗത്തില്ല. ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിലെന്തിനാ വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള പരിധിക്കപ്പുറമുള്ള ഓരോ വ്യക്തിയെയും പഠിപ്പിക്കാനായിട്ട് ഇറങ്ങണം? പഠിക്കാൻ ആവശ്യമായിട്ടത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് കീവേഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും കിട്ടും. ഇനി കിട്ടിയില്ലെങ്കിൽ തന്നെ ഓരോ വ്യക്തിയെയും പഠിപ്പിക്കൽ എൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമല്ല. ജനറലി അറിയിക്കുക, അതിൽ നിന്ന് താല്പര്യമുള്ളത് എടുക്കുക, എന്നിട്ട് പഠിപ്പിക്കുക. അത് സൗകര്യമുണ്ടെങ്കിൽ ഹിന്ദു ധർമ്മത്തിൻ്റെ തെറ്റിദ്ധാരണകളോ ധാരണകളോ
ആദ്യത്തേത് മാറ്റാനും രണ്ടാമത്തേത് ഉണ്ടാക്കാനും ഇറങ്ങി പുറപ്പെട്ട ആളുടെ ഉത്തരവാദിത്വമാണ് ഇതിന് മുഴുവനും ഉത്തരം കൊടുക്കുക എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലതിൽ എൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, വീക്ഷണം പറഞ്ഞിട്ടുണ്ടാവും. അതിനോട് മറ്റുള്ളവർ യോജിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇത് ചിന്തിക്കാനായിട്ട് ഉപയോഗിക്കുക. എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുക, നിങ്ങളുടേതായിട്ടുള്ള കൺക്ലൂഷനിലെത്തുക. അതെല്ലാം ഗോപാലകൃഷ്ണനെ ഫോൺ വിളിച്ച് പറഞ്ഞാലും, ഗോപാലകൃഷ്ണൻ ഒരു ന്യൂ ഇയർ കാർഡ് അയച്ചാലും, ഒരു ഹാപ്പി ആൻഡ് പ്രോസ്പറസ് മാരീഡ് ലൈഫ്, അല്ലെങ്കിൽ ഹാപ്പി ആൻഡ് പ്രോസ്പറസ് ബർത്ത്ഡേ, അല്ലെങ്കിൽ ഹാപ്പി ആൻഡ് പ്രോസ്പറസ് ന്യൂ ഇയർ ഡേ, വിഷു എന്നൊക്കെ പറഞ്ഞ് അയച്ചാൽ ഞാൻ അത് തിരിഞ്ഞു നോക്കാറേ ഇല്ല. അതൊന്നും നോക്കൽ എൻ്റെ കർമ്മത്തിന്റെ ഭാഗമല്ല. അതിനുള്ള സമയം മിക്കവാറും എനിക്കില്ല. എനിക്കെന്നല്ല, ഇതേമാതിരി പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. ആർട്ടിഫിഷ്യലി ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ചില ഫേവർ വാക്കുകളൊക്കെ കൃത്രിമമായിട്ട് ഉപയോഗിക്കാൻ ഞാൻ തുടങ്ങിയാൽ എൻ്റെ മനസാക്ഷിക്ക് എതിരാണത്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയും, ഇൻഡിവിജ്വലി ഇൻസ്റ്റിറ്റ്യൂട്ടിന് സപ്പോർട്ട് ചെയ്തവരുടെ പോലും ചിലപ്പോൾ ഞാൻ പേര് ഓർമ്മിക്കാറില്ല. അവരോട് പറയാറുമുണ്ട്, ഓർമ്മിക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഇനി അഥവാ വിളിക്കുമ്പോൾ ഇന്ന ആളാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്ത ആളാണ് എന്നൊരു വരി കൂടി പറഞ്ഞാൽ റിക്കളക്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. അല്ലാതെ കാഷ്വലി ആൽമരത്തിന്റെ ചുവട്ടിൽ 8 വർഷം മുമ്പ് ഇന്ന അമ്പലത്തിൽ ഇരുന്നുകൊണ്ട് സംസാരിച്ചതാണ് സാറ് ഓർക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല, ഓർക്കുന്നില്ല എന്ന് പറയുമ്പോൾ വേദനിക്കരുതെന്ന് മാത്രം അപേക്ഷിക്കുന്നു. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. വീണ്ടും അത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ അടുത്ത 3-4-5 ദിവസത്തിൽ ഒത്തിരി വ്യക്തികൾ വന്ന് ഇതേപോലെ അവരുടേതായിട്ടുള്ള പരിചയപ്പെടുത്തലുകൾ പുതുക്കി പലപ്പോഴും ചോദ്യങ്ങളിലാണ് നിൽക്കുന്നത്. എന്നെ മനസ്സിലായോ? ഞാൻ ഇന്ന കള്ളിക്കാടുള്ള ആളാണ്, നമ്മൾ ഒരുമിച്ച് സംസാരിച്ചതാണ്, നെയ്യാറ്റിൻകരയിൽ കണ്ട ആളാണ്, അന്ന് സാറിനോട് കുറേ നേരം സംസാരിച്ചിരുന്നു. ഇങ്ങനെയുള്ളതെല്ലാം പറഞ്ഞാൽ ഓർമ്മിക്കില്ല എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് വിരസതയാണെന്ന് എനിക്കറിയാം. എങ്കിലും ഈ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ ഇനി വിളിക്കുന്നവർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കട്ടെ എന്നുകൂടി ആഗ്രഹിച്ച് ഈ അപേക്ഷ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അതുകൊണ്ട് വിളിക്കേണ്ടെന്നല്ല, ചോദ്യങ്ങൾ ചോദിക്കേണ്ടെന്നല്ല, ബന്ധപ്പെടേണ്ടെന്നല്ല, കാര്യമാത്ര പ്രസക്തമായ ഏത് കാര്യത്തിനും നിങ്ങൾക്ക് വിളിക്കാം. തീർച്ചയായിട്ടും രോഗമോ ജീവൻ മരണ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെടുത്ത തീരുമാനം എന്താണെന്ന് കൂടി അറിയിച്ചാലേ ഞാൻ മറുപടി പറയുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ദേവപ്രശ്നം വെച്ച് എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തിട്ട് അതിൽ നിന്നൊരാളെ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീക്ഷണം പറയുമ്പോൾ എല്ലാവരുടെയും തീരുമാനത്തിന് വിപരീതമായിട്ടാണ് എൻ്റെ വീക്ഷണം വരുന്നതെങ്കിൽ ആ വീക്ഷണം ആ വീട്ടിനകത്ത് പ്രശ്നം ഉണ്ടാവാൻ കാരണമാവും. അതുകൊണ്ട് ആ വീട്ടിനകത്ത് പ്രശ്നം ഉണ്ടാവുന്നത് എൻ്റെ അഭിപ്രായം വരുന്നത് കൊണ്ടാണെങ്കിൽ ഞാൻ സാധാരണ രീതിയിൽ ദേവപ്രശ്ന കാര്യങ്ങളും ചികിത്സാ കാര്യങ്ങളും വീട്ടിലുള്ള പ്രോബ്ലങ്ങളുടെ പരിഹാരങ്ങളും മരണാനന്തര കർമ്മം എങ്ങനെ നടത്തണമെന്ന ചോദ്യങ്ങൾക്കും ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ വ്യക്തി അധിഷ്ഠിതമായിട്ട് കുടുംബാധിഷ്ഠിതമായിട്ട് വരുന്നതിന് ഉത്തരം കൊടുക്കാറില്ല. ഉത്തരം അറിയാത്തത് കൊണ്ടല്ല, മറുപടി നല്ലോണം അറിയാം. പക്ഷേ ആ വീട്ടിലെ അംഗങ്ങളുടെ മൊത്തം വീക്ഷണം എന്താണ്, അതിനെതിരായിട്ടാണോ ഒരു പക്ഷേ എൻ്റെ വീക്ഷണം വരുന്നതെന്ന് വിചാരിക്കാം. ആ വീട്ടുകാർ ഒരു പക്ഷേ RSSകാരായിരിക്കും, ചിലപ്പോൾ കോൺഗ്രസ്സുകാരായിരിക്കും, ചിലപ്പോൾ BJPക്കാരെ, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ, ചിലപ്പോൾ നിരീശ്വരവാദികളെ, ചിലപ്പോൾ യുക്തിവാദികള്, പ്രത്യേക ജാതിയിലോ ചില വിഭാഗത്തിലോ ഒക്കെ പെട്ടവരായിരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള വീക്ഷണം ഉണ്ടാവും. അതിനെതിരായിട്ടാണ് എൻ്റെ വീക്ഷണം വരുന്നതെങ്കിൽ ആ വീട്ടിനകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ എൻ്റെ വരികൾ കാരണമാവില്ലേ? അതുകൊണ്ടാണ് പലപ്പോഴും ഉത്തരം കൊടുക്കാത്തത്. ഇതുകൂടി ഒന്ന് മനസ്സിൽ വെക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ 10-15 മിനിറ്റ് ഇങ്ങനെ നിങ്ങളുടെ നഷ്ടപ്പെടുത്തിയതിൽ ദുഃഖവുമുണ്ട്. കഴിയുന്നത്രയും ഇതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിരാകരിക്കാനോ തമസ്കരിക്കാനോ ഉള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഞാനിത് പറഞ്ഞത്. എല്ലാവരും ഇത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പ്രണാമം, നമസ്കാരം.